ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ മനോഹരമായ ഒരു ഗാനത്തിൻ്റെ നൊട്ടേഷനാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ ചന്ദനലേപ സുഗന്ധം എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ ഫസ്റ്റ് ബീജും അതുപോലെ തന്നെ പല്ലവിയുടെ നൂട്ടുമാണ് നിൽക്കുന്നത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഈ ഗാനം തിട്ടപ്പെടുത്തിയ മോഹനം എന്ന രാഗത്തിലാണ്. മോഹനം വളരെ മനോഹരമായ രാഗമാണ്. വളരെയധികം ഗാനങ്ങൾ തിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗമാണ്. ഹരികാംബോജി രാഗത്തിൻ്റെ ജന്യ രാഗമാണ് മോഹനം. ഈ രാഗത്തിനകത്ത് മധ്യമം, നിഷാദം എന്നീ രണ്ട് സ്വരങ്ങളില്ല എന്നുള്ളത് ഓർക്കണം. ഈ രാഗം എല്ലാം വെള്ളക്കിയാണ് വരുന്നത്. ഷാർപ്പ് നോട്ടായിട്ട് ഇതിനകത്ത് വരുന്നില്ല. എല്ലാം വെള്ളക്കിയിലാണ് ഈ രാഗം തിട്ടപ്പെടുന്നത്. അപ്പം നമുക്കതിൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് നോക്കാം. സ രി ഗ പ ദ സ സ ദ പ ഗ രി സ. ഇതാണ് നമുക്ക് അതിൻ്റെ ആരോഹണം അവരോഹണം. അപ്പം മധ്യമയില്ല, നിഷാദമില്ല. അത് രണ്ട് ഓർത്തിരിക്കും. സ രി ഗ പ ദ സ സ ദ പ ഗ രി സ. ആ രാഗം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് 1, 2, 3 ഈ 3 വെല്ല് കഴിഞ്ഞും പഞ്ചമത്തിൽ തള്ളവെല്ല് കവർ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന് 2ാമത്തെ വെല്ല്, സായിക്ക് 4ാമത്തെ വെല്ല്. ആ വിരൽ പ്രസ് ചെയ്ത് വേണം ഇത് വായിക്കാം. സ ത പ ഗ രി സ സ രി ഗ പ ദ സ സ ദ പ ഗ രി സ. എൻ്റെ ഫസ്റ്റ് ബീജ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്നിട്ട് സ്വരസ്ഥാനം പറയാം. ഇപ്പം ഞാൻ സ ദ പ സ ദ പ സ ദ പ സ സ ദ പ സ ദ പ സ ദ പ സ. അതിനുശേഷം രി സ ദ രി സ ദ രി സ രി ദ സ പ രി സ രി ദ സ പ രി സ ദ രി സ ദ രി സ രി ദ സ പ. അത് 2 പ്രാവശ്യം വായിക്കുക. അതിനുശേഷം സ രി ദ സ പ ദ ഗ പ രി ഗ സ രി സ ദ പ സ രി ദ സ പ ദ ഗ പ രി ഗ സ രി സ ദ പ. ആ നോട്ട് നിങ്ങൾ എഴുതി വെക്കുക. സ രി ദ സ പ ദ ഗ പ രി ഗ സ രി സ ദ പ. അപ്പം കംപ്ലീറ്റ് ഒന്ന് വായിച്ചു. അടുത്ത പാട്ടിന് നൊട്ടേഷൻ ഒന്ന് പറയാം. ദ സ സ സ സ രി ഗ പ ദ സ സ സ സ രി ഗ പ പ ദ പ ഗ രി പ ദ പ ഗ രി രി ഗ രി ഗ രി ഗ രി സ സ. അത്ര നേരം. അതിനുശേഷം ഗ പ പ പ പ പ പ ദ ദ ദ ദ പ ദ ദ ദ ദ സ പ ദ പ പ ഗ രി സ. അത് കഴിഞ്ഞ് ഫസ്റ്റ് ലൈൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും.
ഇത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ രാഗം പഠിക്കുക, മോഹനം രാഗം പഠിക്കുക. മോഹനം രാഗത്തിനകത്ത് വളരെയധികം ഗാനങ്ങളുണ്ട്. അതുകൊണ്ട് മോഹനം രാഗം നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പഠിച്ചെടുക്കുക. വളരെയധികം ഗാനങ്ങളുണ്ട് ഈ രാഗത്തിനകത്ത്. അപ്പോൾ ഈ രാഗം പഠിച്ചാൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക പാട്ടുകൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഈ പാട്ട് നിങ്ങൾ പ്രാക്ടീസ് പഠിച്ചെടുക്കുക. അടുത്ത അനുപല്ലവി അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് എഴുതി ചോദിക്കാവുന്നതായിരിക്കും. അതിന് മറുപടി തരുന്നതായിരിക്കും. വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക്സ്.